ഹേ ഗായ്സ്, അപ്പം നമ്മൾ രണ്ട് പടവും കണ്ടു. സർവമായം കണ്ടു, അതേപോലെ തന്നെ വെബ് സീരീസ് ആയിട്ടുള്ള ഫാർമയും കണ്ടു. തിരിച്ചു വരവെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തിരിച്ചു വരവ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. നിങ്ങളിപ്പോൾ ഇൻസ്റ്റ തുറന്നാലേ മൊത്തം ഡിലീറ്റും ആയിരിക്കും. ഇറ്റ്സ് നല്ല സിനിമയാണ്. ഇറ്റ്സ് ഭയങ്കര ഫീൽ ഗുഡ് ആൻഡ് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കോമഡിയുള്ള നല്ലൊരു പടമാണ്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടർ അഖിൽ എന്ന് പറഞ്ഞ പുള്ളിയാണ്. സത്യന്തിക്കാൻ്റെ മോനാണ്. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന ഹാപ്പി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ഇതിനേക്കാളിലും മുമ്പ് ഇറങ്ങിയൊരു സാധനമുണ്ട്. ഡിസംബർ 19 ഫാർമ എന്ന് പറഞ്ഞ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റൊക്കെ ഡ്യൂറേഷനേ ഉള്ളൂ. 7 എപ്പിസോഡ്, 7 8 എപ്പിസോഡാണ്. കിട്ടിലൻ സാർ നമ്മൾ തന്നെ ആലോചിച്ചു പോകും. അറിയത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഈ മെഡിസിനിലെ കള്ളത്തരങ്ങളെല്ലാം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട, അത് നമുക്ക് പോസ്റ്ററും പേരും കേട്ടാലേ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നല്ല കമ്പനിയുടെ മറ്റേ മെഡിസിനിലെ ബ്രാൻഡ്സ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. കിടിലൻ വെബ് സീരീസുമാണ്. തിരിച്ചുവരവെന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് തിരിച്ചുവരവാണ്. നമ്മൾ ഈ വർഷം അവസാനമാണ് പുള്ളി ശരിക്കും തിരിച്ചു വന്നത്. ആലോചിച്ച് ഡിസംബറിൽ തന്നെ സർവമായി ഇപ്പം തന്നെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 28 കോടി രൂപ കളക്ഷനും കണ്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഞാൻ പോയപ്പോഴും ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്റർ. ഭയങ്കര ഇപ്പം സർവമായിലെ ആയാലും ഒത്തിരി അവസാനം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കുറച്ച് സീൻസൊക്കെ ഉണ്ട്. പിന്നെ ജനാർദ്ദനൻ പുള്ളിയുടെ ഒക്കെ അഭിനയത്തിൻ്റെ മികവൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും നല്ല ഫണ്ണായിട്ടുള്ള, പിന്നെ അജു വർഗീസും നിവിൻ കോംബോ, അതാണ് മെയിൻ. അതൊന്നും പറയാനില്ല. അവർ ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ലവ് ആക്ഷൻ ഡ്രാമ, അതൊന്നും പറയണ്ടല്ലോ. അവരുടെ ആ കോംബോ ഇതിനകത്ത് നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും മസ്റ്റ് ഫാമിലി വാച്ച് എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു പടം. അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ് സർവമായ. ഫാർമ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, ഞാൻ ഒറ്റ ഇരിപ്പിരുന്ന് കണ്ടു. ഒരു എപ്പിസോഡ് 20 മിനിറ്റ്, അവസാനത്തെ മാക്സിമം 22 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 5 മണിക്കൂറും കൊണ്ടൊക്കെ വാച്ച് ചെയ്ത് കഴിയാൻ പറ്റും. ഒറ്റ ഇരിപ്പിരിക്കുവാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിരുന്നാണ് കണ്ടു കഴിഞ്ഞാൽ 5 മണിക്കൂറാണെന്ന് തോന്നുന്നു. 5 മണി. ഞാൻ രാത്രി 10 മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടായിരുന്നു. എനിക്കൊരു 5:30 6 മണിയായപ്പോഴും കണ്ട തീർന്നേ. ആ സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. ഫാർമയായാലും നമുക്ക് കാണാനായിട്ട് ത്വര വരുന്ന രീതിയിലുള്ള, നിവിൻ പോളി കുറച്ച് പഞ്ച് ഡയലോഗൊക്കെ ഉണ്ട് ഫാർമയ്ക്കകത്ത്. ഞാൻ ആ ഫാർമ ആദ്യമേ കണ്ടത്, ഞാൻ 19 തന്നെ കണ്ടു തുടങ്ങി തീർത്തു. കുറച്ച് നല്ല സൂപ്പർ ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അത് കേട്ടപ്പോഴേ മനസ്സിലായി ഈ പടവും എനിക്ക് തോന്നുന്നു നല്ല പടമായിരിക്കും, നല്ലതായിരിക്കും എന്നെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. രണ്ടും പുള്ളിയുടെ തിരിച്ചു വരവെന്നൊക്കെ പറഞ്ഞാൽ എക്സാക്ട്ലി തിരിച്ചു വരവ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഫാർമ ജിയോ ഹോട്ട്സ്റ്റാറിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക. 7 എപ്പിസോഡുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോഴായിട്ട് കണ്ടു തീർക്കുക. എന്തായാലും രണ്ടും കൊള്ളാം. നമ്മൾ 1000 ബേബീസ് കണ്ടു കഴിഞ്ഞിട്ടൊരു നല്ലൊരു മലയാളം വെബ് സീരീസ് ഇപ്പോഴാണ് ഒന്ന് കണ്ടത്. 1000 ബേബീസിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പിന്നെ മറ്റേ ഡിറ്റക്റ്റീവ് എന്തോ ബംഗ്ലാവ്, അത് പക്ഷെ ഭയങ്കര എറിച്ചൊന്നുമില്ല എനിക്ക്. പക്ഷെ ഈ സാധനം വേറെ ലെവലായിരുന്നു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പം വാച്ച് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.